ഇറാനും അമേരിക്കയും കാലിഫോർണിയയിൽ ഏറ്റുമുട്ടും. ലോകമാകെ ഫുട്ബോൾ ലഹരിയിൽ മതിമറന്ന് നിൽക്കുന്ന സമയത്തും ഒരു ഇറാൻ്റെ രാഷ്ട്രീയം അമേരിക്കയിൽ നിഴലിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. നമുക്കറിയാം, ഇപ്പോൾ ലോകകപ്പാണ്. ലോകകപ്പിൻ്റെ മത്സരവേദി അമേരിക്കയാണ് കാര്യമായിട്ടുള്ളത്. പിന്നെ മെക്സിക്കോ ആണ്. അങ്ങനെ പോകുന്നു. 2-3 രാജ്യങ്ങളിലായിട്ടാണ് ഈ മത്സര കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ ഇറാൻ മത്സരരംഗത്തുണ്ട്. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ഫുട്ബോളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ പല ഘട്ടങ്ങളിലും ഇറാനെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്ക നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് സാധ്യമായിട്ടില്ല. അതിൽ ഫിഫ നേരിട്ട് ഇടപെട്ടു. അങ്ങനെ ആ സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസവും ബുദ്ധിമുട്ടും അമേരിക്കക്ക് ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാൻ്റെ കളിക്കാർക്ക് വിസ നൽകാൻ തന്നെ അമേരിക്ക തീരുമാനിച്ചത്. നമുക്കതിൻ്റെ രാഷ്ട്രീയമായിരിക്കുന്ന സംവിധാന രീതികളൊക്കെ എങ്ങനെയാണ് എന്നൊന്ന് വിലയിരുത്താം. ഇറാനെ തടഞ്ഞു ആദ്യം തന്നെ അമേരിക്ക. അത് എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി, വലിയ പരിശോധനകൾ നടത്തി. ഒരു ഇറാഖിൻ്റെ ഫോട്ടോഗ്രാഫറെ അല്ലെ പത്രപ്രവർത്തകൻ നഗ്നമായ രീതിയിൽ പരിശോധന നടത്തി എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പോലും പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഇറാനിൻ്റെ പേരായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ ഇറാൻ അല്ല എന്നുള്ള റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിലെത്തായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ലോകകപ്പിൽ ഉശിരോടെ തന്നെയാണ് ഇറാൻ എത്തിയത്. ഇറാൻ ലോകകപ്പിൽ കളിക്കുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല, ഒരുപാട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അമേരിക്കയിലായ സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്ക വിസ നൽകില്ല എന്നുള്ള രീതി ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. അതൊക്കെ പതുക്കെ നീങ്ങിപ്പോയി. പിന്നീട് നൽകേണ്ട നിർബന്ധ അവസ്ഥ എത്തി എന്നുള്ളതാണ്. ട്രംപ് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. എങ്ങനെയാണ് ഇറാനും അമേരിക്കയും കാലിഫോർണിയയിൽ ഏറ്റുമുട്ടുക? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമോ? എന്നാൽ ഉണ്ടാകും. ആ സാഹചര്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഫുട്ബോൾ ഫെഡറേഷനിലെ ഉദ്യോഗസ്ഥർക്കും സാങ്കേതിക സ്റ്റാഫ് അംഗങ്ങൾക്കും അമേരിക്ക വിസ നിഷേധിച്ചു. എല്ലാവർക്കും അല്ല, ഒരു പരിധിയുള്ള ആൾക്കാർക്കൊക്കെ. IRGC ബന്ധമുണ്ട് എന്നാണ് അമേരിക്ക ഇവർക്കെതിരെ വിസ കൊടുക്കാതിരിക്കാൻ വേണ്ടി ആരോപിച്ചത്. എന്നാൽ ഒരു രാജ്യത്ത് ഒരു സൈനിക സംവിധാനം ഉണ്ടാവും. ആ സൈനിക സംവിധാനവുമായി ബന്ധപ്പെട്ട ആളുകൾ റിലേഷനൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. അതൊരു രാജ്യത്തിൻ്റെ വിലക്കായിട്ട്, അല്ലെ രാജ്യത്തിലെ ഈ ഫുട്ബോൾ മത്സരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനുള്ളൊരു വിലക്കായിട്ട് ഒരു രാജ്യം, പ്രത്യേകിച്ച് അമേരിക്കയെ പോലെയുള്ള ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യം കരുതുക അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുക എന്നൊക്കെ മാരകമായിരിക്കുന്ന തെറ്റായിട്ടാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഫുട്ബോളിൻ്റെ പ്രതിനിധികൾ തന്നെ, ഫിഫയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ തന്നെ പറയുന്ന കാര്യം. അമേരിക്കയുടെ പരിശീലന ക്യാമ്പ് മെക്സിക്കോയിലേക്ക് മാറ്റി. അഥവാ ഇറാൻ്റെ കളിക്കാർ അമേരിക്കയിലല്ല ഇപ്പോൾ ഈ പ്രാക്ടിക്കൽ നടത്തുന്നത്, അതെല്ലാം മെക്സിക്കോയിലാണ്. ഇറാൻ ഗ്രൂപ്പ് ജിയിലാണ്. ഇറാൻ്റെ കളി എന്ന് പറഞ്ഞാൽ ജൂൺ 15-ാം തീയതി ന്യൂസിലാൻഡുമായി, 21-ാം തീയതി ബെൽജിയവുമായി, 26-ാം തീയതി ഈജിപ്തുമായിട്ടാണ് മത്സരം. അമേരിക്കയും ഇറാനും നോക്കൌട്ട് റൗണ്ടിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു ആദ്യത്തെ റിപ്പോർട്ട്. ഉറപ്പായിട്ടും ഉണ്ട് എന്നാണ് പിന്നീട് പറയുന്നത്. അമേരിക്ക ഗ്രൂപ്പ് ഡിയിലും ഇറാൻ ഗ്രൂപ്പ് ജിയിലുമാണ്. ഇറാനും അമേരിക്കയും 2ാം സ്ഥാനത്താണ്. റൗണ്ട് ഓഫ് 32-ൽ അവർ നേരിട്ട് ഏറ്റുമുട്ടും. അതൊരു ഭയാനകരമായിരിക്കുന്ന അല്ലെങ്കിൽ അത്ഭുതകരമായിരിക്കുന്ന ഒരു മത്സരമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് വരുന്നതെങ്കിൽ 1998-ലും 2022-ലും അമേരിക്കയും ഇറാനും നേർക്കുനേരെ ഏറ്റുമുട്ടിയിട്ടുണ്ട് എന്നൊരു പ്രത്യേകത ഉണ്ട്. അങ്ങനെ ഇത് 3ാമത്തെ തവണയാണ്. 98-ലും 2002-ലും ഇത്രയേറെ യുദ്ധസമാന സാഹചര്യങ്ങളൊന്നും നിലനിന്നിട്ടില്ല. അവർ തമ്മിൽ നയതന്ത്ര ബന്ധമില്ല എന്ന് ചോദിച്ചാൽ വല്ലാത്ത വിഷയകാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആ കാലത്താണ് ഏറ്റുമുട്ടിയത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. 2025 റൂട്ട് മാറി, ബദ്ധവൈരികളായി, ബദ്ധശത്രുക്കളായി, ഏത് സമയത്തും ആക്രമിക്കാം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇപ്പോൾ അമേരിക്ക ഒരു ആക്രമണം നടത്തിയാൽ ഇറാൻ തിരിച്ച് 2 ആക്രമണം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആകെ കൂടെ പൊളിറ്റിക്സ് അങ്ങനെ തന്നെ മാറിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇറാൻ്റെ 3 കളി നടക്കുന്നത് അമേരിക്കയിലാണ്. ഉസ്ബെക്കിസ്ഥാനെ തോൽപ്പിച്ചാണ് ഇറാൻ യോഗ്യത നേടിയത്. 2025 മാർച്ച് 25-നാണ് തെഹ്റാനിൽ വെച്ച് അസീദി സ്റ്റേഡിയത്തിൽ ഈ മത്സരം നടന്നത്. 2-2 ഇറാൻ സമനില പിടിച്ചതോടുകൂടി ലോകകപ്പിലേക്കുള്ള പ്രവേശനം സാധ്യമായി. ഇറാന് പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്ക് നോക്കാം. അതായത് നേരിട്ട് കൊണ്ട്
നയതന്ത്ര ബന്ധം അമേരിക്കയും ഇറാനും തമ്മിൽ ഇല്ലാത്തതിനാൽ നേരിട്ട് ഫ്ലൈറ്റും ഇല്ല, നേരിട്ട് പ്രവേശിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ അവർ തുർക്കി വഴി മെക്സിക്കോയിലെ ടിജുവാനയിലേക്കാണ് പറന്നത്. മത്സര ദിവസം മാത്രം അമേരിക്കയിലേക്ക് പോവുകയും അതിനുശേഷം മെക്സിക്കോയിലേക്ക് തിരിച്ചു വരുന്ന രീതിയാണ് ഇറാൻ അവലംബിച്ചത്. ഇറാൻ ടീം താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേര് പോലും എന്ത് ചെയ്തിട്ടില്ല, മെക്സിക്കോ പുറത്തുവിട്ടിട്ടില്ല. അത് സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യം കൊണ്ടാണ് എന്ന് പറയപ്പെടുന്നു. സ്വിറ്റ്സർലാൻഡാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിസ സംബന്ധമായിരിക്കുന്ന കാര്യവും അവർക്ക് യാത്ര സംബന്ധമായിരിക്കുന്ന അനുമതിക്കിടയിൽ മധ്യവർത്തിയായിട്ട് പ്രവർത്തിച്ചത്. നേരിട്ട് നയതന്ത്ര ബന്ധമില്ലെങ്കിൽ പിന്നീട് വിസ കിട്ടുക അസാധ്യമാണ്. അങ്ങനെ ആ സമയത്ത് പിന്നീട് മറ്റ് രാജ്യങ്ങൾ ഇടപെടണം. അതായത് ഇറാൻ്റെ പൗരന്മാർ അമേരിക്കയിൽ വിദ്യാഭ്യാസം നേടുന്നവരുണ്ട്. അവരൊക്കെ പോകുന്നത് സ്വിറ്റ്സർലൻഡ് വഴിയോ അല്ലെങ്കിൽ ഈ ഖത്തർ വഴിയോ ഒക്കെ ഒരു മധ്യസ്ഥർ ഇടപെട്ടുകൊണ്ട് ആ വിഷയമായിട്ട് സംസാരിച്ചു കൊണ്ടാണ് വിസ അനുമതി നൽകുന്നത്. അപ്പോൾ നേരിട്ടല്ല നൽകുക, മറ്റൊരാളുടെ കൈവശം നൽകിയിട്ട് ഫോർവേഡ് ചെയ്യുന്ന രീതിയാണ് അവലംബിക്കുന്നതെന്ന് ചുരുക്കം. അമേരിക്കയിലെ കാലിഫോർണിയ, ലോസ് ആഞ്ചൽസ്, ഇംഗ്ലിവുഡ് എന്നീ സ്ഥലങ്ങളിലാണ് ഈ ലോകകപ്പ് മത്സരം നടക്കുന്നത്, 3 സ്റ്റേഡിയത്തിൽ. ഇതിൻ്റെ ഭാഗത്ത് ഇസ്രായേലിൻ്റെ ഒരു പേര് പരാമർശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇസ്രായേൽ 970 ഒരു തവണ മാത്രമാണ് ലോകകപ്പ് മത്സരത്തിൽ പങ്കെടുത്തത്. നല്ല രീതിയിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. പിന്നെ ആ ബൈക്ക് അവരെ കണ്ടിട്ടുമില്ല, അവർക്ക് വരാണ്ട് പറ്റിയിട്ടില്ല. യോഗ്യതയില്ല, അതിൽ നിന്നിങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ യോഗ്യതയിലേക്ക് എത്താനുള്ള പ്രവേശന മത്സരത്തിൽ പോലും പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ചുരുക്കം. അവർ വെടിവെക്കാനാണ് അവർക്ക് താല്പര്യം, ബോംബിടാനും ആളുകളെ കൊല്ലാനും വേണ്ടിയിട്ടാണ്. ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. താല്പര്യമില്ലാതെ മാത്രമല്ല, അവർക്കത് വഴങ്ങില്ല. അങ്ങനെയൊന്നും ഉണ്ടാവുമല്ലോ. ചില യൂറോപ്യന്മാരെ കുറിച്ച് പറയാറുണ്ട്, അറബ് ഭാഷ വഴങ്ങാത്ത വിഭാഗമാണ് യൂറോപ്യന്മാർ അറബ് സംസാരിക്കുന്നത് ആരും കേൾക്കില്ല. അത് ഞാൻ ഗൾഫിൽ നിൽക്കുന്ന സമയത്തൊക്കെ പല യൂറോപ്യന്മാരായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർക്കൊന്നും അറബി സംസാരിക്കാൻ അറിയില്ല. പിന്നെങ്കിലും അവർ മലയാളമെങ്കിലും പഠിക്കും. അങ്ങനെ അവർക്ക് വഴങ്ങാത്ത ഒരു ഭാഷയാണ് യഥാർത്ഥത്തിൽ അറബി എന്ന് പറഞ്ഞാൽ. എന്നാൽ അറബികൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ നന്നായിട്ട് സംസാരിക്കാൻ അറിയാത്തവർക്കോ സ്വന്തം പേര് പോലും എഴുതാൻ അറിയില്ല. അതാണ് അവിടെ ഭാഷാ സംബന്ധമായിരിക്കുന്ന കാര്യം. അപ്പോൾ ഇവിടെ 70 അംഗങ്ങളാണ് ഇറാനിൽ നിന്ന് അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. ശരിക്കും അവർക്ക് പോകേണ്ടത് ഒരു 95ഓളം ആളുകളുണ്ട്. ബാക്കി എല്ലാവരും വ്യത്യസ്തമായിരിക്കുന്ന വിഷയം പറഞ്ഞുകൊണ്ട് അമേരിക്ക എന്ത് ചെയ്തു, പ്രവേശനം നിഷേധിച്ചു. അങ്ങനെ പോയതാണ് കാര്യം. മെഹ്ദി തരീമി എന്ന് പറയുന്ന ആളാണ് ഇറാൻ്റെ ക്യാപ്റ്റൻ. പരിശീലകൻ അമീർ ഗലിനോയ്. 1978, 1998, 2003, 2014, 2018, 2022, പിന്നീട് ഇപ്പോൾ 2026, ഇത്രയും കാലം ഇറാൻ ലോകകപ്പ് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ലോകകപ്പ് മത്സരത്തിൽ പങ്കെടുക്കുന്ന അപൂർവമായിരിക്കുന്ന മുസ്ലിം രാജ്യം കൂടിയാണ് ഇറാൻ എന്നൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ ഏറ്റവും വലിയ ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. യോഗ്യതാ റൗണ്ട് മത്സരം, ലോകകപ്പിലേക്കുള്ള യോഗ്യതാ റൗണ്ട് മത്സരം ഇറാനിൽ വെച്ചാണ് നടന്നത്. അത് എപ്പോഴാണ് നടക്കുന്നത് അറിയോ? 2025 മാർച്ച് മാസത്തിലാണ് നടക്കുന്നത്. അപ്പോൾ യുദ്ധത്തിൻ്റെ ആ ഭയങ്കരമായിരിക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്ന സമയത്തും അവരുടെ സ്റ്റേഡിയത്തിൽ വെച്ച് മത്സരം നടത്താനുള്ള ഒരു ധൈര്യക്കുറവും ഇറാനിന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. അവർക്കങ്ങനെ പേടിയൊന്നുമില്ല ഒരു തരത്തിലും. യുദ്ധഭൂമികയിൽ വെച്ചിട്ടാണെങ്കിലും അവർ ചെയ്യേണ്ട പ്രവൃത്തികൾ അവർ ചെയ്യുമെന്നുള്ള അസീദി സ്റ്റേഡിയത്തിൽ വെച്ചിട്ട്. അപ്പോൾ അതിനെ ഈ ഉസ്ബെക്കിസ്ഥാനെ പരാജയപ്പെടുത്തി, നമ്മൾ പറഞ്ഞു ഉസ്ബെക്കിസ്ഥാൻ പരാജയപ്പെടുത്തിയ ലോകകപ്പ് മത്സരത്തിൽ പങ്കെടുത്തത് എന്നുള്ളത്. ഇവിടെ വിഷയം എന്ന് പറഞ്ഞത്, ഇനി വരാൻ പോകുന്ന മത്സരം, ഈ 3 റൗണ്ട് മത്സരം കഴിഞ്ഞു. പിന്നീട് തിരിഞ്ഞ് മറിഞ്ഞൊക്കെ ഗ്രൂപ്പ് മത്സരത്തിലേക്ക് എത്തുന്ന സമയത്താണ് ഗ്രൗണ്ട് ഓഫ് 32 അവർ നേരിട്ട് മത്സരിക്കാൻ വരിക എന്നുള്ളതാണ്. അത്ര ഒരു മത്സരം ലോകം വൈകാരികപരമായി തന്നെയാണ് കാണുന്നത്. അതിൻ്റെ ജയപരാജയം തീർച്ചയായിട്ടും ഒരു രാജ്യത്തിൻ്റെ യുദ്ധവുമായി ബന്ധപ്പെട്ട ജയപരാജയമായിട്ട് കാണാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ മത്സരത്തിനിടയിൽ 2022 നടന്ന മത്സരത്തിനിടയിൽ കളിക്കാർ തമ്മിൽ, അത് ഇറാൻ്റെ കളിക്കാരും അമേരിക്ക കളിക്കാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് മറ്റൊരു വശം. കാരണം വെച്ചാൽ ഗ്രൗണ്ടിലും അവർ ഏറ്റുമുട്ടാറുണ്ട് എന്ന് ചുരുക്കം. അങ്ങനെയാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇറാനും അമേരിക്കയും കാലിഫോർണിയയിൽ ഏറ്റുമുട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഏറെക്കുറെ
പൂർത്തീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ അവർ കളിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അമേരിക്കയിലേക്ക് വരിക എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് മറ്റ് ലോക രാജ്യങ്ങൾ തയ്യാറാണെന്ന് മാത്രമല്ല, ഏറ്റവും വലിയ ഹീറോയിസമായിട്ട് അല്ലെ ഹീറോകളായിട്ട് മാറിയത് ഇറാനിൻ്റെ കളിക്കാരാണ് എന്ന് ന്യൂയോർക്ക് ടൈംസ് പോലും റിപ്പോർട്ട് ചെയ്യുന്നു. ശ്രദ്ധിക്കപ്പെടുന്ന കളിക്കാരിൽ ബ്രസീലിനെ പോലെയും അർജൻറ്റീനയെ പോലെയും ഫ്രാൻസിനെ പോലെയും പേരെടുത്ത് ഈ പറയപ്പെട്ട രാജ്യത്തിൽ ഇറാൻ്റെ പേരുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും അവർക്ക് അഭിമാനകരമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്.